ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കോവളം ബീച്ച് കാണാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളായി ബീച്ചിലോട്ടൊക്കെ ഒന്ന് പോയിട്ട്. അങ്ങനെ ഒരു കൊതിയിൽ നമ്മൾ പോയതാണ്. നോക്കുമ്പോൾ കടലെല്ലാം കയറി കിടക്കണം, നമുക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ. വെറുതെ പോയി മൂഞ്ചി പോയി എന്ന ഒരവസ്ഥയായി പോയി. എന്നാൽ പോട്ടെ, എന്നാൽ പിന്നെ അവിടെ ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ടൊന്ന് വരാമെന്ന് കരുതി പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ പയ്യെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം തിരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നടക്കുന്ന സ്ഥലം ഇത്രയും ഭിത്തിയൊക്കെ പോയി ഒക്കെ താഴോട്ട് ഇടിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. പേടിച്ചിട്ടാണ് ഒരുവിധം ഒക്കെ നടന്നു പോണത്. പിന്നെ ഒരുവിധം ഇങ്ങനെ പോകുമ്പോഴാണ് അങ്ങ് ഒരു സൈഡിലായിട്ട് കുറച്ച് പേർക്ക് മാത്രം ഇങ്ങനെ ബീച്ച് ഇങ്ങനെ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോകാമെന്ന രീതിയിലാണ് ഇപ്പം നടക്കണത്. ഈ ഭാഗത്തെല്ലാം അടച്ചു, നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റൂല. ഭയങ്കര കെട്ടിയൊക്കെ അടച്ച് ഒട്ടും കിടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് നടന്നിട്ടാ. ഇവിടെ നോക്കുമ്പോൾ ഫുള്ളൊരു കരിമണ്ണ്, കറുത്ത മണ്ണാണ് ഇവിടെ നിറച്ചുള്ളത് കേട്ടോ. എനിക്ക് അത്യാവശ്യം ഡേർട്ടി പോലെയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയെങ്കിലും ഇത് ഇവിടുത്തെ പൊതുവെ കാണുന്ന ഒരു മണ്ണാണ്. അങ്ങനെ ഇവിടെ കുറച്ച് പേര് ഇവിടെയാണ് കൂടുതൽ തിരക്കുള്ളത്. ഇവിടെ ഇച്ചിരി നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത്തിരി ലേറ്റ് ആയി പോയി സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരാനായിട്ട്. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ഇതിൽ ഞാൻ ഇടുന്നുണ്ട്, അതൊന്ന് പോയി കാണാം. അപ്പോൾ ലൈറ്റ് ഹൗസിൽ കാഴ്ചയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പം അവിടെ പോയി കഴിഞ്ഞിട്ടാണ് നേരെ ഇങ്ങ് വരുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ കുറച്ച് ഒരു 5 മിനിറ്റ് ആയുള്ളൂ കേട്ടോ. അവിടെ ഒന്ന് കാലി നനയ്ക്കണം എന്ന് ആഗ്രഹം. അങ്ങനെ നമ്മളൊന്ന് കയറ്റി വിളിക്കുമ്പോഴേക്കും തന്നെ വിളിക്കുന്നു ഈ ഗാർഡുമാർ. പിന്നെ വിളിച്ചു കയറാൻ പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് പിന്നെ നിൽക്കാനൊന്നും പറ്റിയില്ല. അത് ഭയങ്കര വിഷമമായി കേട്ടോ. കുറച്ചൊരു 5-10 മിനിറ്റ് ആയേ ഉള്ളൂ. അപ്പം തന്നെ കാട് വന്ന് നമ്മൾ ഇത്തിരി ലേറ്റ് ആയി. പിന്നെ നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ച് നേരം കൂടി വെള്ളത്തിൽ കളിക്കായിരുന്നു. അവർ വന്നിട്ട് പിന്നെ നമ്മളെല്ലാവരെയും മുകളിലോട്ട് കയറ്റി എന്നിട്ട് കയറ് വെച്ച് കെട്ടി അങ്ങ് ഒതുക്കിയിട്ടാ. പിന്നെ നമുക്ക് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റിയില്ല. ഇവിടെ നിന്ന് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ ബീച്ചുകളും വെള്ളം കയറിയിരിക്കും. ഇങ്ങനത്തെ അവസ്ഥ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒതുങ്ങിയിട്ട് നമുക്ക് പിന്നെയും വരാം. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.